بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الكريم وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, സൂറ അൻ-നിസായിലെ 63-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أولئك الذين يعلم الله ما في قلوبهم فأعرض عنهم وعظهم وقل لهم في أنفسهم قولا بليغا وما أرسلنا من رسول إلا ليطاع بإذن الله ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. ولو أنا كتبنا عليهم أن اقتلوا أنفسكم أو اخرجوا من دياركم ما فعلوه إلا قليل منهم ولو أنهم فعلوا ما يوعظون به لكان خيرا لهم وأشد تثبيتا وإذا لآتيناهم من لدنا أجرا عظيما ولهديناهم صراطا مستقيما. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ മനസ്സിലാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വിശുദ്ധ സന്ദേശങ്ങളിലേക്ക് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രബോധിത സമൂഹത്തെ ക്ഷണിച്ചപ്പോഴുണ്ടായ അവസ്ഥകളെക്കുറിച്ചാണ്. വഇദാ ഖീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹു വഇല റസൂൽ, അല്ലാഹു ഇറക്കിത്തന്ന ഒന്നിലേക്ക്, പ്രവാചകനിലേക്ക് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞാൽ റഅയ്തൽ മുനാഫിഖീന യസുദ്ദൂന അൻക സുദൂദാ, കപടവിശ്വാസികളായ ആളുകൾ താങ്കളിൽ നിന്ന് തിരിഞ്ഞുകളയും പ്രവാചകരെ. فكيف إذا أصابتهم مصيبة بما قدمت أيديهم, തങ്ങളുടെ തന്നെ കരങ്ങൾ ചെയ്തത് നിമിത്തം അവരവരുടെ ചെയ്തികളാൽ തന്നെ അവർക്ക് ഉണ്ടാകുന്ന വിപത്തുകളും മുസീബത്തുകളും. അങ്ങനെ ثم جاءوك يحلفون بالله إن أردنا إلا إحسانا وتوفيقا, ഇതുകൊണ്ടൊക്കെ ഞങ്ങൾ
നന്മയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അവർ നിങ്ങളുടെ അരികിലേക്ക് വരും എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് വിശുദ്ധ ഖുർആനിലോ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലോ വിശ്വാസം പ്രകടിപ്പിക്കാതെ, യഥാർത്ഥത്തിൽ വിശ്വസിക്കാതെ എന്നാൽ കാപ്പട്യം പ്രകടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയ ഒരു വിഭാഗത്തെക്കുറിച്ചാണ്. അവരെക്കുറിച്ച് തുടർന്നും അള്ളാഹു പറയുന്നതാണ്, ഉലൈകല്ലദീന യഅലമുല്ലാഹു മാ ഫീ ഖുലൂബിഹിം. അത്തരം ആളുകൾ യഅലമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്, മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളത്. അവരുടെ ഹൃദയങ്ങളിലുള്ളത് എന്താണെന്ന് നേരത്തെ നമ്മൾ പഠിച്ചു, സൂറ അൽ ബഖറയിൽ തന്നെ. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ. അവരുടെ ഹൃദയങ്ങളിൽ ഒരു തരം രോഗമുണ്ട്. ഫസാദഹുമുല്ലാഹു മറദ. അതുകൊണ്ട് പല രോഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഹൃദയത്തിലുള്ള രോഗം, മനസ്സുകൾക്ക് പിടിപെടുന്ന രോഗത്തെക്കുറിച്ച് ഖുർആൻ പലയിടങ്ങളിലായി പറയുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് എന്ത്? അവിശ്വാസം, കുഫർ, ഫുസൂഖ്, ഇസ്യാൻ, കിബർ, ഹസദ്, തുഗ്യാൻ, ഇങ്ങനെ കുറേ കാര്യങ്ങളെ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ മനസ്സിലുണ്ടാകുന്ന രോഗങ്ങൾ മനുഷ്യന് പിടിപെടുകയാണെങ്കിൽ ശാരീരിക രോഗവും അത് മുഖേന എന്ത് ചെയ്യും? വർദ്ധിക്കും. മനസ്സ് ക്ലിയറാണെങ്കിൽ ശരീരത്തിനൊരു വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ മനുഷ്യനിങ്ങനെ കഴിഞ്ഞുകൂടാൻ കഴിയും. ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. അതിനാൽ ഫസാദഹുമുല്ലാഹു മറദ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രോഗങ്ങളെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. മനുഷ്യന് ഇപ്പോൾ ബാധിക്കുന്ന ഒട്ടുമിക്കവാറും രോഗങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ശരീരത്തിന് അവന് ഫീൽ ചെയ്യുന്ന രോഗങ്ങളിലധികവും എന്തുകൊണ്ടുണ്ടാകുന്നതാണ്? മനുഷ്യൻ്റെ മനസ്സംഘർഷങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. മനസ്സിൻ്റെ ടെൻഷൻ, പിരിമുറുക്കം. ഈ ടെൻഷനും പിരിമുറുക്കമൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാകാം? ചിലപ്പോൾ മനുഷ്യൻ്റെ ഈഗോ, അഹങ്കാരം, അഹംഭാവം മനുഷ്യനുണ്ടാകുകയാണെങ്കിൽ അത് മുഖേന മറ്റൊരാളോടുള്ള വിദ്വേഷവും വെറുപ്പും ഒരാൾ മനസ്സിലിങ്ങനെ കൊണ്ടെടുക്കുകയാണെങ്കിൽ അയാൾ പ്രഷർ നോർമലാവില്ല. കാണുന്ന ആളോടൊന്നും ചിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതപ്പോൾ ഖുർആൻ അവിടെ പറയണേ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇറക്കി കൊടുത്തത്, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ക്ഷണിക്കുന്നത് ഏതിലേക്കാണ്? ആദ്യമായി മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു വിശ്വാസത്തിലേക്കും ആദർശത്തിലേക്കുമാണ്. ഈമാൻ അത് ഒരാളുടെ മനസ്സിൽ ഇടം പിടിച്ചാൽ അവന് അമ്നുണ്ടാകും. അമ്ന് എന്ന് പറഞ്ഞാൽ എന്താ? സ്വസ്ഥത, നിർഭയത്വം, സമാധാനം. അതാണ് അമ്ന്. ഈമാനുണ്ടോ അയാൾ ഒരിക്കലും അസ്വസ്ഥനാവുകയില്ല. ഈമാൻ ഉണ്ടെങ്കിൽ എന്തുണ്ടാകും? നിർഭയത്വം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, സ്വസ്ഥതയുണ്ടാകും. ഈമാൻ ക്ലിയറാക്കുകയാണ് ചെയ്യേണ്ടത്. ഖുർആൻ എടുക്കുന്ന പണി അതാണ്. അത് അള്ളാഹു ഇറക്കി തന്നതിലേക്ക് അവരെ വിളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അവർ വയസുദ്ദൂന അൻക സുദൂദ, നിങ്ങളിൽ നിന്ന് പ്രവാചകരെ അവർ പിന്തിരിഞ്ഞു കളയുകയാണ്, മുഖം തിരിക്കുകയാണ്, അവർ വിമുഖരായി സത്യസന്ദേശത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രോഗത്തിൻ്റെ അവസ്ഥ എന്താണെന്നാണ് പറയുന്നത്. സൂറ ബഖറയിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? കപട വിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആ കാര്യങ്ങൾ പറയുന്നത്. സൂറ ബഖറിൻ്റെ ഒരു രീതി തന്നെ 3 തരം വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് സത്യവിശ്വാസം, ആദ്യ ഭാഗത്ത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അവർ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാ വയുതൂന സക്കാ വബിൽ ആഖിറതി ഹും
യൂഖിനൂൻ. യഖീനായ ഈമാൻ മനുഷ്യന് ഉണ്ടാകുന്നതിന് അതിൻ്റെ തോതനുസരിച്ച് മനുഷ്യനിൽ നിർഭയത്വവും സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ഉണ്ടാകും. അതില്ലാതെ പോവുകയാണെങ്കിൽ അവന് ടെൻഷൻ ഉണ്ടാകും, അസ്വസ്ഥതകൾ, അസമാധാനങ്ങൾ, ഡിപ്രഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന സംഗതി ഉണ്ട്. വിഷാദം, മനുഷ്യന് വിഷാദം ഉണ്ടാകും. അതൊക്കെ അവൻ്റെ ശരീരത്തെയും ബാധിക്കും. ശരി തന്നെയല്ലേ? ആ പറഞ്ഞത് ശരി തന്നെയല്ലേ? ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളൊരു സംഗതിയാണത്. നമുക്ക് തലവേദന ഉണ്ടാകുന്ന ചിലപ്പോൾ എന്തുകൊണ്ടായിക്കൊള്ളുന്നില്ല, ശാരീരികമായ പ്രശ്നങ്ങളായിക്കൊണ്ടെന്നില്ല. വൊമിറ്റ് ചെയ്യും മനുഷ്യന്മാർ, ചിലപ്പോൾ ഛർദി, വയറിന് പ്രശ്നം ഉണ്ടായിട്ടാവില്ല, ആത്മസംഘർഷങ്ങൾ കൊണ്ട്, മനസ്സംഘർഷങ്ങൾ കൊണ്ട്, അങ്ങനെ പലതും ഉണ്ടാകും. ഇവിടെ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഉലൈകല്ലദീന യഅലമുല്ലാഹു മാ ഫീ ഖുലൂബിഹിം. ഇനി അവർ അവരുടെ മനസ്സുകളിൽ എന്തൊക്കെ ഒളിപ്പിച്ചു വെക്കുകയാണെങ്കിലും അത് ആരറിയുന്നവനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അവരുടെ മനസ്സിന് പിടിപെട്ട രോഗങ്ങളെക്കുറിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് നബിയെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅരിള അൻഹും, താങ്കൾ അവരിൽ നിന്ന് തിരിഞ്ഞു കളയണം നബിയെ എന്നാണ് പറയുന്നത്. 4 രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാൻ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശിക്കുകയാണ്. 4 അല്ല 3 രീതിയിൽ. തൊലബ ഇലൈഹി സുബ്ഹാനഹു അൻ യുആമിലഹും ബിസലാസ. ഒന്നാമത്തെ എന്താണ്? അൽ-ഇഅ്റാദു അൻഹും വഅദമിൽ ഇഖ്ബാലി അലൈഹിം ബിൽ ബശാശ വത്തക്രീം. അവരെങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ അവരെങ്ങനെ ആദരിച്ച് സ്നേഹിച്ച് അവരുമായി നല്ല നിലയിൽ ഇടപഴകി കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഒന്നാമത്തേത് അൽ-ഇഅ്റാദു അൻഹും, അവരിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? പിന്തിരിഞ്ഞുകൊള്ളുക, അവരെയും പരിഗണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഫഅരിള അൻഹും. രണ്ടാമത്തെ രീതി എന്താണെന്നോ? വഅൽഹും. വഅൽഹും. വഅല യഅലു എന്ന് പറഞ്ഞാൽ എന്താ? ഉപദേശിച്ചു. അതിൻ്റെ അംബർ ഫീലാണ് വഅല യഅലു. ഇള് ഇള് എന്ന് പറഞ്ഞാൽ എന്താ? നീ ഉപദേശിക്കൂ എന്ന്. വഅൽഹും. അങ്ങനെ നിങ്ങൾ അവരെയൊക്കെ ഉപദേശിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? അവരെ ട്രീറ്റ് ചെയ്യണമെന്നാണ് രണ്ടാമത്തേത്. മൂന്നാമത്തെ രീതി പറയുന്നത് വഖുല്ലഹും ഫീ അൻഫുസിഹിം ഖൗലൻ ബലീഗാ. ഒന്നാമത്തെ പിന്തിരിഞ്ഞു കളയുക, രണ്ടാമത്തേത് അവർക്ക് നല്ല സാരോപദേശങ്ങളൊക്കെ നൽകുക, മൂന്നാമത്തേത് അവരുടെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ അവരോടും താങ്കൾ സംസാരിക്കുക എന്നാണ്. വഖുല്ലഹും ഫീ അൻഫുസിഹിം. അതും എങ്ങനെയുള്ള വാക്കുകളായിരിക്കണം? ഖൗലൻ ബലീഗ. ഖൗലൻ ബലീഗ് എന്ന് പറഞ്ഞാൽ അതാണ് അവരുടെ ഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന വിധത്തിലുള്ള വാക്കുകളാൽ നിങ്ങൾ അവരോട് സംവദിക്കണം നബിയെ. ഉൽ ഖൗലുൽ ബലീഗ് എന്ന് പറഞ്ഞാൽ അൽ മുഅ്സിറു ഫിൻ നഫ്സ്, മനസ്സിൽ തട്ടുന്ന, മനപരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സംസാരങ്ങൾ നടത്തുക. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ 3 കാര്യങ്ങളും പറയുന്നു. അപ്പോൾ സന്ദർഭാനുസരണം എന്ത് ചെയ്യണം? ഇതൊക്കെ ചെയ്യണം. ഒരാളെ നമ്മൾ ഉപദേശിക്കുകയാണെങ്കിൽ, സാരോപദേശം നൽകുകയാണെങ്കിൽ ഈ 2 രീതിയിലാകാം, അല്ലെങ്കിൽ അയാളെ അവഗണിക്കുക, പരിഗണിക്കുക, ആ രീതിയിലും ആകാമെന്നാണ്. അപ്പോൾ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഒരു കഴിവ് നൽകിയിട്ടുണ്ട്. സൂറ സ്വാദിലെ 20-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു നൽകിയിട്ടുള്ള സംസാര വൈഭവത്തെക്കുറിച്ച് സംസാരിക്കവേ വആതൈനാഹുൽ ഹിക്മ. എന്ത് നൽകിയിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് അലൈഹിസ്സലാമക്ക് തത്വജ്ഞാനം നൽകിയിട്ടുണ്ട്. ഫസ്ലുൽ ഖിതാബ് എന്ന് പറയുന്നത്. ഫസ്ലുൽ ഖിതാബ് എന്താണ്? ഈ പറഞ്ഞതാണ് ഖൗലും ബലീഗിനുള്ള കഴിവ്.
അവ ഹൃദയസ്പർശിയായ നിലയിൽ ആളുകളോട് സംവദിക്കാനുള്ള സവിശേഷമായ പ്രാപ്തിയും ഗുണവും അത് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നു. അമ്പിയാക്കൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അതേപോലെ തന്നെ കൂടാറുണ്ടായിരുന്നത് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു ത്വഗാ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ രണ്ടാളും പോയിക്കോളൂ എന്നിട്ട് ഫിറൗൻ്റെ അരികിലേക്ക്. മൂസാ നബിയോടുള്ള കൽപ്പന അതാണ്, ഫിറൗൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് കാര്യങ്ങൾ പറയണം. അപ്പോൾ മൂസാ അലൈഹി സ്വലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് എന്ത്? റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്ന് പറയുന്നുണ്ട് അവിടെ അല്ലേ. 4 കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ ആവശ്യപ്പെടുന്നുണ്ട് വജ്അൽ ലീ വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖിഷ്ദുദ് ബിഹി അസ്രി വഅശ്രികുഹു ഫീ അംരി. അപ്പോൾ ഇതൊക്കെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആവശ്യങ്ങൾ ഓരോന്നായി 1 by 1 അള്ളാഹിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിരത്തി വെക്കുകയാണ്. നമ്മളിപ്പം അമ്പിയാക്കളൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖുർആനിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സക്കരിയ അലൈഹി സ്വലാം സന്താന സൗഭാഗ്യമില്ലാത്തതിൻ്റെ പേരിൽ പ്രാർത്ഥിച്ച് പറയണില്ലേ, അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഒന്നായിട്ടാണ് പറയാണ്. പഠിച്ചോനെ എനിക്കൊരു കുട്ടീനെ കൊണ്ടാന്ന് പറയില്ല. ഞാൻ വയസ്സനായി റബ്ബേ, ശക്തിയൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട്, എൻ്റെ എല്ലുകളൊക്കെ ബലഹീനമായി പോയിട്ടുണ്ട്, എന്നാലും എനിക്കൊരു കുട്ടീനെ തരണം റബ്ബേ. അപ്പോൾ നോക്കി നിങ്ങളിങ്ങനെ നമ്മൾ നുള്ളിപ്പെറുക്കി പറയാറുണ്ട്. സാധാരണഗതിയിൽ ഓരോന്നിങ്ങനെ നുള്ളിപ്പെറുക്കി ഇങ്ങനെ പഠിച്ചവനോട് അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഒരാവശ്യം അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ കഴിവുകേടുകൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ ദൗർബല്യങ്ങൾ അങ്ങനെ പറയുന്നത് പഠിച്ചവന് ഇഷ്ടമുള്ള കാര്യമാണ്. അതാണ് മൂസാ നബി അലൈഹി സ്വലാം ഇവിടെ തൻ്റെ ആവശ്യം പറയുന്നത്. കാരണം എന്താ? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നിയോഗിതനായൊരു പ്രവാചകനാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംസാരത്തിലൊരു വിക്കുണ്ടായിരുന്നു. ആ വിക്കുണ്ടായതിൻ്റെ പേരിൽ ഒരുപാട് കഥകളുണ്ട്. ഏതായാലും വിക്കുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ആ വിക്ക് മാറ്റിത്തരാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അതാണ് റബ്ബ് ഒന്നാമത് വേണ്ടത്. ഇൻഷിറാഹുസ്സുദറാണ്. ഇൻഷിറാഹുസ്സുദർ എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയ വിശാലത, സങ്കുചിതമാകരുത് മനസ്സ്. വിശാലം അതാ അലം നശ്റഹ് ലക സദ്റക്. നബിക്ക് നൽകിയ അനുഗ്രഹം എടുത്ത് പറഞ്ഞെടുത്ത് നിങ്ങളുടെ മനസ്സ് ഇത്ര വിശാലം. എന്തൊക്കെയാണ് ഇപ്പോൾ പ്രയാസങ്ങളൊക്കെ സഹിക്കണം, അവർക്ക് നേരെ സഹിക്കുകയാണ് പ്രയാസങ്ങൾ. ഇപ്പോൾ ഇൻഷിറാഹു സദ്ർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കോ നമുക്കോ മുതിർന്നവർക്കോ ഒന്നും ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഗസയിൽ നമ്മൾ കണ്ടൂലേ, അവിടുത്തെ മക്കളുടെയൊക്കെ ഒരു കോൺഫിഡൻസ് നിങ്ങൾ നോക്കിയെങ്കിൽ നമ്മളെ കുട്ടിയൊക്കെ ഇങ്ങനെ പറയാൻ കഴിയും. വീടൊക്കെ തകർന്നടിഞ്ഞ് തരിപ്പണമായി അവരുടെ എല്ലാ കേന്ദ്രങ്ങളും ശത്രുക്കളാൽ തകർക്കപ്പെട്ട് കഴിയുന്ന സന്ദർഭത്തിലും ചിലപ്പോൾ ഉമ്മ മരിച്ചിട്ടുണ്ടാവും, ഉപ്പ മരിച്ചിട്ടുണ്ടാകും. അതിൻ്റെ കടയിൽ നിന്ന് കുട്ടികൾ ഇറങ്ങി വന്നിട്ട് ആ തകർന്ന വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ കൂടി നിൽക്കുന്ന ആ പാറക്കെട്ടിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് അൽഹംദുലില്ലാഹ്. കുട്ടികളെ ഈമാൻ, ആത്മവിശ്വാസം ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സാണ്. ആ ഈമാനിൽ നിന്ന്, ഈമാനിനാൽ പ്രചോദിതമായി ഉണ്ടാകേണ്ടതാണിത് മനസ്സ്. മുസീബത്തുകൾ, പരീക്ഷണങ്ങൾ, വിപത്തുകൾ ഇതൊക്കെ വരുമ്പോൾ അതാണ് റബ്ബിശ്റഹ് ലീ സദ്രി. ഇൻഷിറാഹു സദ്ർ ഉണ്ടായാൽ പിന്നെ മുന്നോട്ട് പോകാം. റബ്ബിശ്റഹ് ലീ ഒന്നാമത്തെ ആവശ്യം. വയസ്സിർ ലീ അംരി, കാര്യങ്ങൾ എന്ത് ചെയ്യണം? എളുപ്പമാകണം. എളുപ്പമാക്കി തരേണ്ടത് ആരാണ്? അല്ലാഹ്. പിന്നെയാണ് തൻ്റെ പ്രയാസത്തിൻ്റെ കാര്യം പറയുന്നത്. ഇൻഷിറാഹു സദ്ർ വേണം റബ്ബേ, കാര്യങ്ങൾ എളുപ്പാക്കണം. വഹ്ലുൽ, നീ അഴിക്കണം. ഉഖ്ദതൻ, കെട്ട്,
എവിടുന്ന്? മിൻ ലിസാനി, എൻ്റെ വായിൽ അല്ല എൻ്റെ നാവിലുള്ള കെട്ട് നീ അഴിക്കണം, കുരുക്ക് നീ അഴിക്കണം. അപ്പോൾ എനിക്ക് വാചാലത നീ നൽകണം എന്നാണ് പറയണത്. വിക്ക് നീ നീക്കിക്കളയണം. യഫ്ഖഹു ഖൗലി, എന്നാലേ അവർക്ക് എൻ്റെ വാക്ക് മനസ്സിലാകുള്ളൂ ശരിക്ക്. നമ്മുടെ കേരളത്തിൽ ജീവിച്ചുപോയ രാഷ്ട്രീയ നേതാക്കന്മാരെങ്കിൽ നല്ല പ്രഗത്ഭരായ ആളുകൾ സംസാരത്തിൽ വിക്കുള്ളവരുണ്ടായിരുന്നല്ലോ അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ല ആളെന്ന് പറയും? നിങ്ങളെന്നെ പറയാനാണ് ഞാൻ കാത്തുന്നത്. EMSൻ്റെ സംസാരം കേട്ടിട്ടില്ലേ? അപ്പോഴും കേൾക്കാം, യൂട്യൂബിലൊക്കെ ഉണ്ടാവും. അതൊരു ചെറിയൊരു തടസ്സം തന്നെയാണത്. ഇപ്പം ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? പാടില്ല. ഇപ്പോൾ നല്ല വാചാലന്മാരാണ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സംസാരം ഓവറാണ്. അതുകൊണ്ട് വഹലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പിന്നെ പറയുന്നൊരാവശ്യം എന്താ? വജ്അൽ ലീ വസീറൻ മിൻ അഹ്ലി. ഇത് വേറെ ആരും ആവശ്യപ്പെടാത്തൊരാവശ്യം കൂടിയാണ്. അവരുടെ ആവശ്യം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആവശ്യം. എനിക്കൊരു വസീറിനെ വേണം, ഒരു സഹായി. വസീർ എന്നവിടെ മന്ത്രി എന്നല്ല, സഹായി. വജ്അൽ ലീ വസീറൻ, അത് ആര് തന്നെയാകണം? മിൻ അഹ്ലി, എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ. എന്നിട്ട് മൂസാ നബിനെ നിർദ്ദേശിച്ചു കൊടുക്കുക, ഹാറൂന അഖി, എൻ്റെ സഹോദരനായ. ഒരു പ്രവാചകനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വേറൊരു പ്രവാചകന്റെ ആവശ്യപ്രകാരം റസൂലായി നിയോഗിച്ചിട്ടേയില്ല. ഇല്ല ഹാറൂൻ. ആരെയല്ലാതെ? ഹാറൂനില്ല. ഇവിടുന്ന് അങ്ങോട്ട് അപ്ലിക്കേഷൻ പോകണം. മറ്റേ അല്ലാഹു യജ്തബി മിനൽ മലായികത്തി റുസുലൻ വ മിനൻ നാസ്. അള്ളാഹിൻ്റെ തീരുമാനം അനുസരിച്ച് അള്ളാഹുവാണ് മലക്കുകളിൽ നിന്നും മനുഷ്യന്മാരിൽ നിന്നും റുസുലുകളെ, അവൻ്റെ ദൂതന്മാരെ തിരഞ്ഞെടുക്കുക. ഇവിടെ അപ്ലിക്കേഷൻ പോയി മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവനോട് ചോദിച്ചാൽ, അവനോട് അഭ്യർത്ഥിച്ചാൽ, ദുആയിരുന്നാൽ അവൻ്റെ മശീഅത്തുണ്ടെങ്കിൽ അവൻ നൽകും എന്നുള്ളതിന് കൂടിയൊരു, അതുവരെയുള്ള ചര്യകൾക്ക് ആ ചര്യയിൽപ്പെടാത്തൊരു സംഗതിയും കൂടി ആര് കൊടുത്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നു. വജ്അൽ ലീ വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി. എന്തിനാ? ഉഷ്ദുദ് ബിഹി അസ്രി എന്നാണ്. ഉഷ്ദുദ് ബിഹി അസ്രി, എൻ്റെ അരക്കെട്ട് അദ്ദേഹത്തെ കൊണ്ട് മുറുക്കാൻ. ഹാറൂൻ നബി അലൈഹി സ്വലാമിൻ്റെ പണി മൂസാ നബി അലൈഹി സ്വലാമൊക്കെ തുണി എടുത്തു കൊടുക്കില്ല. അതൊരു ആലങ്കാരികമായ പ്രയോഗമാണ്. അപ്പോൾ അദ്ദേഹത്താൽ എൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ശക്തി ലഭിക്കാൻ വേണ്ടി എനിക്കൊരു സഹായിയെ നൽകണം. വഅശ്രിക്ഹു ഫീ അംരി, എൻ്റെ മഹത്തായ ഈ ദൗത്യം നിർവഹിക്കുന്നതിന് അദ്ദേഹത്തെ കൂടി നീ പങ്കാളിയാക്കണം റബ്ബേ. എല്ലാം ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ അള്ളാഹിനോട് എന്ത് ചെയ്യണം? ചോദിച്ചുകൊണ്ടിരിക്കണം. അത് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഉപ്പ് തീർന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ അപ്ലിക്കേഷൻ ആർക്ക് പോകണം? റഹ്മാനെ, എൻ്റെ ഉപ്പ് തീർന്നല്ലോ റബ്ബേ എന്ന് പറയണം. നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിപ്പോയാൽ ഫസ്റ്റ് അപ്ലിക്കേഷൻ ആർക്ക് പോകണം? പഠിച്ചോനെ, എൻ്റെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയല്ലോ, ഒരു അപേക്ഷ കൊടുത്തിട്ട് വേറെ പണിയൊക്കെ ചെയ്യാം. അപ്പോൾ അതിലൊരു എളുപ്പമുണ്ടാവും. അപ്പോൾ എന്തിൽ നിന്നാണ് നമ്മളിവിടെ വന്നത്? ഖൗലും ബലീഗ്. അപ്പോൾ നമ്മൾ ദഅവത്തിൻ്റെ പ്രബോധന പ്രവർത്തനത്തിൻ്റെ ഓരോ രീതികൾ വിശദീകരിച്ചെടുത്തപ്പോൾ 3 നിലയിൽ സത്യത്തിൽ നിന്ന് വിമുഖത കാണിക്കുന്ന, പിന്തിരിഞ്ഞു പോകുന്ന ആളുകളെ കൈകാര്യം ചെയ്യണമെന്നാണ് ഇവിടെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത്. 7 ആൾ വേണമെങ്കിൽ 7 ആൾ വേണ്ടി വരും കേട്ടോ. ചില ആൾക്കാരെന്ത് ചെയ്യേണ്ടി വരും? അവഗണിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ദൗത്യ നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആളുകളൊന്നും സ്വീകരിക്കാതെ, നബിയെ പരിഹസിച്ച്, നബിയിൽ വിശ്വസിച്ച ആളുകളെ തന്നെ ഒരുപാട് പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഒക്കെ വിധേയമാക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ വളരെ സങ്കടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് فَلَعَلَّكَ بَاخِعٌ نَفْسَكَ عَلَى آثَارِهِمْ إِنْ لَمْ يُؤْمِنُوا بِهَذَا الْحَدِيثِ أَسَفًا എന്ന് പറയുന്നു.
ഇതേ ആശയമുള്ള വേറെ ആയത്ത് ഖുർആൻ, ഇത് സൂറ അൽ കഹ്ഫിലാണ് തോന്നുന്നു. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം. നബിയെ, അവരുടെ പിന്നാലെ ഇങ്ങനെ സങ്കടപ്പെട്ട് മനോവ്യഥയുമായി നടന്നു നീങ്ങി നിങ്ങൾ ബാഖിഉൻ നഫ്സക്, ബാഖിഉൻ എന്ന് പറഞ്ഞാൽ ഹാലിഖുൻ നഫ്സക്, നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിക്കാറാകുമോ എന്നൊരു അവസ്ഥയിൽ എത്തുന്നുണ്ട് എന്നാണ്. നബി എന്നെ എന്ത് ചെയ്യും? സങ്കടപ്പെട്ട് നബിക്ക് തന്നെ എന്ത് ചെയ്യുക? പ്രയാസം. നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം. എന്തിൻ്റെ പേരിൽ? ഇല്ലം യുഅ്മിനു ബിഹാദിൽ ഹദീസ്, ഈ സന്ദേശത്തിൽ അവർ വിശ്വസിക്കാത്തതിനാൽ ഉള്ള നബിയുടെ മനോവ്യഥയെക്കുറിച്ചാണ് ഖുർആൻ അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയൊന്നും വേണ്ട. ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? അവഗണിക്കേണ്ടത് അവഗണിച്ച് നീങ്ങേണ്ടി വരും. പിന്നെ ഈ രീതിയിലൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ ഒന്ന് ഓതി നോക്കൂ. ആ 3 കാര്യങ്ങളാണ് ഈ ആയത്തിൽ അല്ലാഹു വിശദീകരിച്ചു തന്നത്. ഉലൈക അല്ലദീന യഅലമുല്ലാഹു മാ ഫീ ഖുലൂബിഹിം ഫഅഅ്രിദ് അൻഹും വഅ്ഇദ്ഹും വഖുൽ ലഹും ഫീ അൻഫുസിഹിം ഖൗലൻ ബലീഗാ. ഇനി പറയുന്നത് നോക്കൂ. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതഅ ബിഇദ്നില്ലാഹ്. വമാ അർസൽനാ മിർ റസൂൽ, ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല, ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. എന്തിനു വേണ്ടിയല്ലാതെ? ഇല്ലാ ലിയുതഅ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരം അവരെ അനുസരിക്കപ്പെടുവാൻ വേണ്ടിയല്ലാതെ. അത്താഅയുത്തിഉ എന്ന് പറഞ്ഞാൽ എന്താ? അനുസരിച്ചു. അപ്പോൾ ഇത്താഅത്തുള്ള പോലെ തന്നെ എന്തും വേണം? ഇത്താഅത്തുർ റസൂൽ വേണം. കാരണം റസൂലിനെ അയച്ചതാരാ? അള്ളാഹുവാണ്. അതാണ് അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. ഇതിന് മുമ്പ് ആയത്തിൽ നമ്മൾ പഠിച്ചില്ലേ? നമ്മൾ അള്ളാഹുവിനെയും അനുസരിക്കണം, അള്ളാഹുവിൻ്റെ പ്രവാചകനെയും അനുസരിക്കണം. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിക്കാണ്. റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ പ്രയോഗങ്ങളെ, അതെങ്ങനെയാണ് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കേണ്ടത് എന്നതിന് നമുക്ക് മാതൃക കാണിച്ചു തന്ന ആളാരാണ്? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്നു. അത് അനുസരിക്കുക. അപ്പോൾ കിതാബും ഖുർആനും സുന്നത്തും നമ്മൾ സാധാരണ പറയില്ലേ, നബിയുടെ ചര്യയും. അപ്പോൾ അതിനു വേണ്ടിയല്ലാതെ, അതും ഇതിനില്ല എന്ന് പറയാൻ കാരണം എന്താ? അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരമാണ് ഇതൊക്കെ നടക്കുന്നത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൻ്റെ കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ദീനല്ലാത്ത കാര്യം റസൂൽ പറയും. റസൂൽ പറയും ചിലപ്പോൾ. അങ്ങനെ പറഞ്ഞ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭൗതികമായ കാര്യങ്ങളൊക്കെ പ്രവാചകൻ്റെ അഭിപ്രായമായിട്ട് പറയുന്നതായിരിക്കും. അതൊന്നും വഹി ആയിക്കോണമെന്നില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ എന്ന് പറയുന്നുണ്ട്. ദീനിൻ്റെ കാര്യങ്ങൾ, ശരീഅത്തിൻ്റെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ആയിരിക്കും. വമാ യൻതിഖു അനിൽ ഹവാ, സ്വന്തം ഇച്ഛക്കനുസരിച്ചല്ല നബി സംസാരിക്കുന്നത്. നബി സംസാരിക്കുന്നതൊക്കെ ഇല്ലാ വഹ്യുൻ യൂഹ. അത് നബിയുടെ എല്ലാ സംസാരം വഹിയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സൂറ തഹരീം നമ്മൾ പഠിച്ചതല്ലേ? സൂറ തഹരീം അല്ലേ? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം സഹധർമ്മിണികളുടെ സംതൃപ്തി നേടാൻ വേണ്ടി പ്രവാചകന് ഏറ്റവും ഇഷ്ടമുള്ള തേന് നീ ഞാൻ ഒരിക്കലും കുടിക്കൂല എന്ന് പറയുന്നുണ്ട്. അത് വഹിയാണ്. അതൊക്കെ പിന്നെ ഖുർആനിൽ തന്നെ പറയിട്ട് കേട്ടോ. അത് വഹിയാണോ? ഇല്ല, അത് നബിയുടെ അഭിപ്രായമാണ് അത് പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തി. ആ സൂറയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്താ? യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്. അല്ലയോ നബി, അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കി തന്ന ഒന്നിനെ, ഏത്? തേനിനെ, എന്തിനാ നിങ്ങൾ ഹറാമാക്കുന്നത്? അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? തബ്തഗീ മർളാത അസ്വാജിക്,
നിങ്ങളുടെ സഹധർമ്മിണികളുടെ സംതൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ എന്തിനാണ് ചെയ്യുന്നത്? അങ്ങനെ ചെയ്യാൻ പാടില്ല. തബ്തഗി മർളാത്ത അസ്വാജിക് വല്ലാഹു ഗഫൂറുർ റഹീം. എന്നിട്ട് ഒരു പ്രായശ്ചിത്തം നിശ്ചയിച്ചു കൊടുക്കുന്നുണ്ട്. ഖദ് ഫറളല്ലാഹു ലക്കും തഹില്ലത ഐമാനിക്കും. നിങ്ങളുടെ ഇതേപോലെയുള്ള ശബദത്തിന് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്നു ഒരു പ്രായശ്ചിത്തം. ഖദ് ഫറളല്ലാഹു ലക്കും തഹില്ലത ഐമാനിക്കും വല്ലാഹു മൗലാക്കും വഹുവൽ അലീമുൽ ഹകീം. അള്ളാഹുവാണ് നിങ്ങളുടെ യജമാനൻ. അപ്പോൾ പറഞ്ഞുകൊണ്ടുവന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇങ്ങനെ സഹാബത്തിൻ്റെ ഇടയിലൂടെ പിന്നെ അവരുടെ കൃഷിക്ക് ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നബി ചോദിക്കുന്നുണ്ട്, അന്ന് ഇന്നും ഉള്ള അവരുടെ ഒരു കാർഷിക രീതിയാണ് ഈ ഈത്തപ്പനക്കുലകൾ എന്ത് ചെയ്യും, പരസ്പരം ആണും പെണ്ണുമായിട്ട് ഉള്ള കുലകളെ പരാഗണം നടത്തും. അപ്പോൾ എന്തിനാണ് ഇത് ചെയ്യണമെന്ന് ചോദിച്ചു നബി. കേട്ടോ, ഇന്നുണ്ട് അങ്ങനെ. ബുറൈദയിലൊക്കെ, നിങ്ങൾ ബുറൈദയിലുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഈത്തപ്പഴം ഇപ്പോഴും ഉണ്ടാകുന്ന വിളവെടുക്കുന്ന കൃഷി ചെയ്യുന്നൊരു ഏരിയയാണ് അൽ ഖസീം എന്ന് പറയുന്ന ഏരിയ. കേട്ടോ, അവിടെ എപ്പോഴും ചന്തയിൽ കൊലകൾ വെക്കുന്നതാണ് പറയുന്നത്, കർഷകർക്ക് ലഭ്യമാകാൻ വേണ്ടി. അപ്പോൾ എന്തിനാ ഞങ്ങൾ ചെയ്യുന്നത് ചോദിച്ചു. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ നല്ല വിളവുണ്ടാകാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നബി എന്തിനാ അത് ചെയ്യുന്നത്? അപ്പം അങ്ങനെ വേണ്ടി വരില്ല എന്നാലും കർഷകർ വിചാരിച്ചു. അങ്ങനെ അവർ ആ വർഷം ചെയ്തില്ല. അപ്പോൾ വിളവ് എന്ത് ചെയ്തു? കുറഞ്ഞു. റസൂലിനോട് അവർ പറഞ്ഞും ചെയ്തു, നിങ്ങളങ്ങനെ എന്തിനാ അപ്പോൾ ഇത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളിന്നപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് കരുതി എന്ത് ചെയ്തു? ഒഴിവാക്കി. ഇപ്പോൾ അപ്പം നബി പറഞ്ഞു, എനിക്കത് അറിയില്ലല്ലോ. അന്തും അഅലമു ബി ഉമൂരി ദുനിയാക്കും. നിങ്ങളുടെ ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ആരാണ്? നിങ്ങളാണ്. അപ്പോൾ കൃഷി എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി അയച്ച ആളെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ നിങ്ങൾ കച്ചവടത്തിൽ നല്ല ലാഭം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു തരാൻ വേണ്ടി അയച്ച ആളെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീൻ പഠിപ്പിക്കാൻ വേണ്ടി. അത് നിങ്ങളുടെ ദുനിയാവിൻ്റെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കാണ് അറിയുക എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു കൽപ്പന നമ്മൾ അനുസരിക്കുന്നത് അത് അള്ളാഹു പ്രവാചകന് നൽകിയ വഹീൻ്റെ സന്ദേശമാണ് എന്ന നിലക്കാണ്. അപ്പോൾ അവിടെ എന്ത് കൂടി നടക്കുന്നുണ്ട്? അള്ളാഹുവിനുള്ള അനുസരണവും നടക്കുന്നുണ്ട്, റസൂലിനുള്ള അനുസരണവും നടക്കുന്നുണ്ട്. ഇനി ഇവിടെ ഈ ആയത്തിൽ പറയുന്നത് വേറൊരു കാര്യമാണ്. വലൗ അന്നഹും ഇദ്ദലമൂ അൻഫുസഹും. ഇത് ലലമൂ എന്നാണ് അല്ലേ? ഇത് ലലമൂ. അത് ഓതുമ്പോൾ എങ്ങനെ ഓതാ? വലൗ അന്നഹും ഇദ്ദലമൂ അൻഫുസഹും. ലലമൽ അൻഫുസ് എന്ന് പറഞ്ഞാൽ, ദുൽമുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിക്കുക. അവരവരോട് തന്നെ. നമ്മൾ ദുആ ചെയ്യുമ്പോൾ നിസ്കാരത്തിൽ പറയുന്നില്ലേ, അല്ലാഹുമ്മ ഇന്നി ലലംതു, പ്രാർത്ഥനയില്ലേ, ലലംതു നഫ്സി, ഞാൻ എന്നോട് ദുൽമ് ചെയ്തിട്ടുണ്ട് റബ്ബേ, ഞാൻ ആത്മദ്രോഹിയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. പാപങ്ങൾ പുറത്ത് കിട്ടാൻ വേണ്ടി അല്ലാഹുമ്മ ഇന്നി ലലംതു നഫ്സി, അതും കുറച്ചാണോ? ദുൽമൻ കസീറൻ, ഒരുപാട് ദുൽമ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സുബഹിസ്കാരം കഴിഞ്ഞില്ലേ, ഇതേ ദുആ നമ്മൾ ദുഹറിനും ചൊല്ലണില്ലേ, അതിൻ്റെ അടി എത്ര ദുൽമ നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി ലലംതു നഫ്സി ദുൽമൻ കസീറൻ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പാപങ്ങൾ പുറത്തു വരില്ല. അതുകൊണ്ടാൽ ഫഗ്ഫിർലി, എന്നോട് പൊറുക്കണേ. അത് മഗ്ഫിറത്തൻ മിൻ ഇൻദിക, നിന്റെ അരികിൽ നിന്നുള്ള പാപമോചനമായിക്കൊണ്ട്. വർഹംനി, പിന്നെന്ത് വേണം? എന്നോട് കരുണ കാണിക്കണമേ. ഇന്നക അന്തൽ ഗഫൂർ. അപ്പോൾ ദുൽമുൻ നഫ്സതാണ്. ഇവിടെ നോക്കൂ, വലൗ അന്നഹും ഇദ്ദലമൂ അൻഫുസഹും, അവർ അവരോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചപ്പോൾ.
എന്ത് ചെയ്തു? ജാഊക, അവ തെറ്റ് ചെയ്തു കേട്ടോ. തെറ്റ് ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തു? ജാഊക, അവർ താങ്കളുടെ അരികിൽ വന്നു നബിയേ. എന്നിട്ട് അവർ എന്ത് ചെയ്തു? ആദ്യം ഫസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് അവർ പൊറുക്കലിനെ തേടി. ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു ആയത്തും കൂടി എന്നാലും ശ്രദ്ധിച്ചിട്ട് പഠിച്ചിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഞാൻ ഖുറാൻ ക്ലാസ്സിൽ ഖുറാൻ ലേണിങ്ങിന് പഠിച്ച ആയത്താണിത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ധൈര്യസമേതം ഇതിപ്പോൾ ഇന്ന് യാഥാസ്ഥിക സ്റ്റേജുകളിൽ ഏറ്റവും കൂടുതൽ ഇന്നും അത് ദുർവ്യാഖ്യാനിക്കുന്നത് നിർത്തിയിട്ടില്ല അവരെ. എന്താ അവിടെ സംഭവിക്കുന്നത് നോക്കൂ. വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും, അവർ അവരോട് തന്നെ അക്രമം പ്രവർത്തിച്ചപ്പോൾ എന്ത് ചെയ്തു? ജാഊക, നബിയെ താങ്കളുടെ അരികിലേക്ക് അവർ വന്നു. എന്നിട്ട് എന്താ അവർ ചെയ്തത്? ഫസ്തഗ്ഫിറുല്ലാഹ, അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി. ആര് തേടിയത്? തെറ്റ് ചെയ്ത ആൾക്കാർ ആദ്യം ചെയ്യണം എന്താ? അള്ളാഹിനോട് അവർ തന്നെ പൊറുക്കലിനെ തേടും. ഫസ്തഗ്ഫിറുല്ലാഹ, അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി. പിന്നീട് എന്താ സംഭവിച്ചത്? വസ്തഗ്ഫറ ലഹുമുർ റസൂലു, റസൂലും പ്രവാചകനും അവർക്ക് പൊറുക്കലിനെ തേടി പ്രാർത്ഥിച്ചു. അല്ലാഹുവേ നീ അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് ആര് പ്രാർത്ഥിച്ചു? റസൂല് പ്രാർത്ഥിച്ചു. അവരെന്ത് പ്രാർത്ഥിച്ചു? അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. ഇസ്തിഗ്ഫാർ അവരും ചെയ്തു, അവർക്ക് വേണ്ടി റസൂലും ചെയ്തു. നമ്മൾ വേറെല്ലാവർക്ക് ഇസ്തിഗ്ഫാർ നടത്തൂലേ? നടത്തണ്ടേ? നമ്മളെ വെള്ളിയാഴ്ച ജുമ ശരിയാകാൻ എന്ത് വേണമെന്നോ? എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. എവിടേക്ക് എത്തി ഈ പ്രാർത്ഥനകൾ? ആലോചിച്ച് നോക്കൂ. എത്ര ആശയസമ്പുഷ്ടമായ ഇതാ ഇൻഷിറാഹു സദ്റാണ് ഒരു മുഅ്മിന്റെ മനസ്സ്. ആദം നബിയോളം എത്തി പ്രാർത്ഥന അല്ലേ? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. പിന്നെ അൽ അഹ്യാഇ മിൻഹും, ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും മുസ്ലിങ്ങൾക്കും സ്ത്രീ പുരുഷന്മാർക്ക് ഈ പ്രാർത്ഥന എത്താണ്. മരിച്ചവർക്കും വൽ അംവാത്ത്, മരിച്ചുപോയവർ അവർക്കൊക്കെ എത്തേണ്ടത്. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇതിൻ്റെ കൂലി അങ്ങനെ മറ്റേ ബദരീങ്ങൾക്ക് ഉഹുദീങ്ങൾക്ക് മറ്റേ പാർസലൊക്കെയാണ്. ഇത് നോക്കണം നിങ്ങൾ. അള്ളാഹിനോട് നേരിട്ടാണ് അപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. ഒരു അമല് ചെയ്തിട്ട് ഖുർആൻ ഓതിയിട്ടേ അതിൻ്റെ കൂലി ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കണം. വിതരണം ചെയ്യണം. വിതരണത്തിൻ്റെ ഉത്തരവാദിത്തം ആരെ ഏൽപ്പിക്കുകയാണ്? ആരെ? പഠിച്ചവൻ. അപ്പോൾ നോക്കൂ, അപ്പോൾ ഇത് അള്ളാഹു അവർക്ക് റസൂല് അവർക്ക് വേണ്ടി പാപമോചനം തേടി. അങ്ങനെയാണെങ്കിൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, ലവജദുല്ലാഹ, അള്ളാഹുവിനെ അവർക്ക് കാണാൻ കഴിയുക തന്നെ ചെയ്യും. എങ്ങനെ? തവ്വാബൻ, അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനായി അവർക്ക് കാണാം. അതേപോലെ തന്നെ റഹീമ, അള്ളാഹു കാരുണ്യവാനായിട്ട് അവർക്ക് കാണാം. അള്ളാഹിൻ്റെ റഹ്മത്ത് അവർക്ക് കിട്ടും. അവരുടെ തൗബ പഠിച്ചവൻ സ്വീകരിക്കുന്ന ഈ ആയത്തിൽ പറഞ്ഞു. ക്ലിയർ അല്ലേ ഈ ആയത്ത്? അല്ലേ? ഈ ആയത്ത് ഓതിക്കൊണ്ടാണ് മരിച്ചുപോയ റസൂലിൻ്റെ ഖബറിൻ്റെ അരികിൽ ചെന്നിട്ടും എന്ത് ചെയ്യാം? നബിയോട് നമ്മുടെ സങ്കടങ്ങൾ പറയാം. ഇവിടെ ജാഊക എന്ന് പറഞ്ഞല്ലോ. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളോ തെറ്റുകളോ പറ്റിയാൽ പ്രവാചകന്റെ അരികിൽ അവർ പോകും. അവർ അള്ളാഹിനോട് പാപമോചനം തേടും. റസൂൽ അവർക്ക് വേണ്ടി പാപമോചനം തേടും. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കും. അള്ളാഹു കാരുണ്യവാനാണ് എന്ന് പഠിപ്പിക്കുന്ന ഈ ആയത്ത് ഇത് ഇപ്പോഴും ഓതിക്കൊണ്ടാണ് എന്ത് പറയുന്നത്? നബിൻ്റെ അടുത്ത് സങ്കടം പോയി പറഞ്ഞു പറയും. ഇപ്പം മദീനത്ത് പോകുന്ന എത്രയോ ആൾക്കാർ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? റസൂലിനോട് സങ്കടം പറയുന്നുണ്ട്. റസൂലിൻ കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷമല്ല എല്ലാ ഉലിയാക്കളുടെ അടുത്തും പോയി. നമ്മളിപ്പോൾ ഇവിടെ അടുത്തുള്ള ഏറ്റവും പ്രസിദ്ധമായൊരു ഇതേപോലുള്ള സ്ഥലമാണ് ഇത്
മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞിട്ട് കേട്ടോ, അള്ളാഹിൻ്റെ അടുത്ത് നിന്നൊക്കെ പിടുത്തം വിട്ടിട്ട് പടപ്പുകളെടുത്ത് പടച്ചോനോടൊന്ന് പിടുത്തം വിട്ടാലേ പിന്നെ എല്ലാ പടപ്പുകളെടുത്തും പോവുകയാണ്. CM അല്ലേ? ആ, അവിടെ ചെന്നിട്ട് പറയണ, ഖബറിങ്ങ ചെന്നിട്ട് പറയണല്ലോ, ഖബറിനും ഇതുപോലെയുള്ള എത്ര ദർഗകളും ജാറങ്ങളും മക്കാമുകളും മക്ബറകൾക്കും ചുറ്റാണ് തവാഫ് ചെയ്യുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്, പൊട്ടിക്കരയുന്നുണ്ട്. അള്ളാഹിൻ്റെ മുമ്പിലൊന്ന് കൈ ഉയർത്തി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ദുആ ഇറക്കൂല അവർ. പടച്ചവനെ വിട്ട് പടപ്പുകളിലേക്ക് മനുഷ്യന്മാർ പോകുന്നൊരവസ്ഥ, ദുരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതാണ് അള്ളാഹുവിൽ നിന്നൊരാൾ പിടുത്തം വിട്ടാൽ വമൻ യുശ്രിക് ബില്ലാഹ് കഅന്നമാ ഖറ മിനസ്സമാ എന്നാ ഖുർആൻ ഉപമിച്ചത്. ആകാശത്തിൽ നിന്ന് പിടുത്തം വിട്ട് ഇങ്ങോട്ട് വീഴുന്നവനെ പോലെയാണ് ശിർക്ക് ചെയ്താൽ. കഅന്നമാ ഖറ മിനസ്സമാ ഫതഖ്തഫുഹു ത്വയ്റു ഔ തഹ്വീ ബിഹി റീഹു ഫീ മക്കാനിൻ സഹീഖ് എന്ന് പറയുന്നുണ്ട് ഖുർആൻ. വിദൂര സ്ഥലം ഒരാൾ പിടുത്തം വിട്ടാൽ എന്ത് ചെയ്യും? ആകാശത്ത് നിന്ന് ഒരാളിന് വീണാലേ അവസ്ഥ എന്തായിരിക്കും? അയാളുടെ ശരീരമൊക്കെ ആകെ ചിന്നിച്ചിതറും, അയാളുടെ സന്ധിബന്ധങ്ങളൊക്കെ തകർന്നുടയും, പക്ഷികൾക്ക് കൊത്തിക്കൊണ്ടുപോകാൻ സാധിക്കുമാറ് തുണ്ടം തുണ്ടമായി അയാളുടെ ശരീരം മാറും. കാറ്റടിച്ചാൽ പാറിപ്പോകുന്ന വിധത്തിൽ അയാളുടെ ശരീരം മാറും. അള്ളാഹ് നമുക്ക് ഉപമിച്ചു തരാം. സംഭവം എന്താ? അള്ളാഹുവിൽ പിടിക്കേണ്ട ആ പിടുത്തം എന്ത് ചെയ്തു? വിട്ടു, നിലത്തേക്ക് വീണു. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നല്ലവണ്ണം വസ്തുനിഷ്ഠമായി ഖുർആനിൻ്റെ ആയത്തുകളുടെ ആശയങ്ങളെ ഉൾക്കൊള്ളണം. തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ, തെറ്റിദ്ധരിച്ച ആളുകൾ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഇതൊന്ന് ഓതി നോക്കി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അതിൻ്റെ ഗ്രാമറൊക്കെ മനസ്സിലായില്ലേ? അതൊക്കെ ശരിക്ക് ഈ കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് ഓതി നോക്കും. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതഅ ബിഇദ്നില്ലാഹ് വലൗ അന്നഹും ഇളലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഫസ്തഗ്ഫിറുല്ലാഹ നാട്ടോ, അള്ളാഹുവിനോട്. ലാഹ എന്ന് പറഞ്ഞാൽ അവിടെ കർമ്മാണ്, മഫ്ഊലും ബിഹിയാണ്. ആരോടാണ് പൊറുക്കലിനെ തേടേണ്ടത്? റസൂലിനോടാണോ? റസൂലിനോടാണോ? ഫസ്തഗ്ഫിറുല്ലാഹ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. ആദ്യം അവർ അള്ളാഹിനോട് പൊറുക്കലിനെ തേടും. അപ്പോൾ എന്ത് ചെയ്യും? വസ്തഗ്ഫറ ലഹുമുർ റസൂലു, റസൂല് അവർക്ക് വേണ്ടിയും പൊറുക്കലിനെ തേടും. ഇനി നോക്കൂ. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. ഫലാ വറബ്ബിക, ഈ ആയത്ത് തന്നെ തുടങ്ങുന്നത് ഇത് അത്രമേൽ തൗക്കീദോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വറബ്ബിക എന്ന് പറയുമ്പോൾ അതാണ് നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. ഫലാ, അങ്ങനെ അവർ ധരിച്ചതുപോലെയോ വിചാരിച്ചതുപോലെയോ ഒന്നുമല്ല കാര്യം. ഫലാ വറബ്ബിക, താങ്കളുടെ റബ്ബ് തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവരെന്ത് ചെയ്യൂല? അവർ മോമിനിങ്ങളാകൂല. മോമിനികളാകണമെങ്കിൽ എന്ത് വേണമെന്നോ? ഒരാൾ മോമിനാകണമെങ്കിൽ ഹത്താ യുഹക്കിമൂക. ഹക്കമ യുഹക്കിമു എന്ന് പറഞ്ഞാൽ ഹാക്കിമാക്കി എന്നാണ്. ഹക്കമ ഫഅല രൂപത്തിലാണ് പറയുന്നത്. ഹക്കമ യുഹക്കിമു, ഹാക്കിമാക്കി നിശ്ചയിക്കുക, വിധികർത്താവായി നിശ്ചയിക്കുക. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളാവൂല. വിശ്വാസികളാകാൻ എന്ത് വേണം? ഹത്താ യുഹക്കിമൂക, നിന്നെ അവർ വിധികർത്താവാക്കുന്നത് വരെ. ഏത് കാര്യത്തിൽ? ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ
ഭിന്നിപ്പുള്ള കാര്യത്തിൽ. ഷജറ എന്ന് പറഞ്ഞാൽ ഇഖ്തലഫ. ഷജറ എന്നുള്ളത് വെർബാണ് ഇവിടെ കേട്ടോ. ഷജർ എന്ന് പറഞ്ഞാൽ എന്താ? വന്നജ്മു വശജറു യസ്ജുദാൻ എന്ന് പറയുന്നുണ്ട് അല്ലേ? അതെന്താ? നജുമും ഷജറും അവിടെ മരാണ്, അത് നൗണാണ് ഷജർ എന്നുള്ളത്. ആ നൗണും വെർബും ചിലപ്പോൾ ഒരേപോലെ വരും. അപ്പം നോക്കൂ, സൂറത്തുൽ നജ്മിൽ തന്നെ വന്നജ്മി ഇദാ ഹവ, നക്ഷത്രം തന്നെയാണ് സത്യം, അതിങ്ങനെ ഉതിർന്ന് വീണാൽ. ഹവ എന്ന് പറഞ്ഞാൽ എന്താ? വീണു. ഹവ, ഹ വാവ് യ, ഹവ, വീണു എന്നില്ലാത്ത, അതന്നെ കണ്ടാൽ അതേ പ്രൊനൗൺസിയേഷൻ തന്നെയാണ്. ഇവിടെ വീണു എന്നുള്ളത് വെർബിലാണ് വരുന്നത്. ഇതേ ആയത്തിൽ തന്നെ വരുന്നുണ്ട് വമാ യന്തിഖു അനിൽ ഹവ. അവിടെ ഹവ എന്താ? ദേഹേച്ഛ. അത് നൗണാണ്, ഇത് വെർബാണ്. മനസ്സിലായല്ലോ? അപ്പോൾ വെർബും നൗണും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ എന്താണ്? പിന്നെ ഒരു ചെറിയ അടയാളം പറഞ്ഞുതരാം. വെർബിൻ്റെ കൂടെ ഒരിക്കലും അലിഫ്ലാം ചേരൂല. നൗണിൻ്റെ കൂടെ എന്ത് ചെയ്യും? ചേരും, അലിഫ്ലാം ചേരും. അതാണ് വമാ യന്തിഖു അനിൽ അൽ ഹവ എന്ന് പറഞ്ഞത് കേട്ടോ. വന്നജ്മി ഇദാ ഹവ. ഓക്കെ, ഇവിടെ നോക്കൂ. ഫീമ ഷജറ ബൈനഹും. ഷജരിയാക്കൾ എന്നൊരു പുതിയ വിഭാഗം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഷജർ എന്ന് പറയുന്നതാണ്, അറിയാലോ? അതല്ലല്ലേ, വേറൊരു ഗ്രൂപ്പ് തന്നെയാണ്. ആൾക്കാർക്കിടയിൽ ഫിത്തനയും ഫസാദും അതും ഇതൊക്കെ ഉണ്ടാക്കണ ഈ അർത്ഥത്തിനോട് ചേരുന്ന രൂപത്തിൽ തന്നെയാണ്. ഫീമ ഷജറ ബൈനഹും. അപ്പോൾ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന കാര്യത്തിൽ, അവർക്കിടയിൽ ഭിന്നതയുണ്ടായ കാര്യത്തിൽ താങ്കളെ അവർ വിധികർത്താവായി സ്വീകരിക്കുന്നത് വരെ അവർ ഒരിക്കലും മുഅ്മിനുകളാവുകയില്ല. ആരെയാണ് നമ്മൾ വിധികർത്താവാക്കേണ്ടത്? അള്ളാഹിൻ്റെ റസൂലിനെയാണ്. റസൂൽ ഒരു കാര്യത്തിൽ വിധി പറഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. ആ എങ്ങനെ സ്വീകരിക്കണം എന്നാണ് പിന്നെ പറയുന്നത്. സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത്. താങ്കൾ അവർക്ക് വിധിച്ച കാര്യത്തെപ്പറ്റി അവരുടെ മനസ്സിൽ ഒരു ഹറജും ഒരു വിഷമവും തോന്നാതിരിക്കുകയും വേണം. നബി ഒരു കാര്യത്തിൽ വിധി കൽപ്പിച്ചാൽ പിന്നെ നബി ഇപ്പം അങ്ങനെ വിധിച്ചത് എന്നൊരു തോന്നൽ, ഒരു വിഷമം ആ കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടാവുകയാണെങ്കിൽ ലാ യുഅ്മിനൂന, എന്താവില്ല? അവർ വിശ്വാസിയാവില്ല. ഇനി നബി അല്ലാതെ വേറൊരാളെ അവർ വിധികർത്താവാക്കുകയാണെങ്കിലോ ലാ യുഅ്മിനൂന ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന, അവരെന്ത് ചെയ്യൂല? വിശ്വാസികളാവുകയില്ല. അപ്പോൾ വിശ്വാസികളാകാൻ എന്ത് വേണം? അള്ളാഹുവിൻ്റെ റസൂലിനെ വിധികർത്താവായി നിശ്ചയിക്കുകയും നബി എന്ത് വിധിക്കുകയാണെങ്കിലും അത് സർവാത്മന, മനസ്സിൽ ഒരു വിഷമവും തോന്നാതെ സ്വീകരിക്കുകയും ചെയ്യുക. അതാണ് അവസാനം പറയുന്നത്. വയുസല്ലിമു തസ്ലീമാ. കണ്ടോ? യുസല്ലിമു, സല്ലമ യുസല്ലിമു തസ്ലീം എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമായി സമ്മതിച്ച് അംഗീകരിക്കുകയും ചെയ്യുന്നത് വരെ അവരാരാവുകയില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം നമ്മളെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ, ദുനിയാവിൻ്റെ കാര്യത്തിലാണ് എന്ന് വിചാരിക്കുക. ദുനിയാവിൻ്റെ കാര്യത്തിലുള്ള തീരുമാനമാണെങ്കിലും അവിടെയും റസൂല് പറഞ്ഞിട്ടുണ്ട്. റസൂൽ ഒരു മനുഷ്യനാണ് എന്നുള്ള നിലക്ക് എന്ത് ചെയ്യും? ഒരു കേസ് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ മദ്യം പറയുകയൊക്കെ ചെയ്യില്ല, ആൾക്കാർക്കിടയിൽ സുല്ലുണ്ടാക്കൂലേ, മസ്ലഹത്ത് കമ്മിറ്റികളൊക്കെ അല്ലേ. ആ സന്ദർഭത്തിൽ എന്താ നമ്മൾ ചെയ്യുക? അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കും, ഒരു കക്ഷിക്ക്, വേറൊരു കക്ഷിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേൾക്കും. കേട്ട് പഠിച്ച് എന്താണ് അതിലെ പ്രശ്നമെന്ന് കൃത്യമായി മനസ്സിലാക്കി ഇസ്ലാമികമായി നീതിപൂർവകമായ സത്യസന്ധമായ ഒരു വിധി അതിൽ പറയും. എന്തായാലും രണ്ട് കൂട്ടരും ബലം പിടിച്ച് യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാൻ നിൽക്കുകയാണെങ്കിൽ ഒരു പ്രശ്നത്തിനും തീർപ്പുണ്ടാക്കാൻ ഉണ്ടാകും? ഇല്ല.
ഇവിടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ, ഇന്നമാ അന ബശറും മിസ്ലുക്കും. നബി ഒരു വിധികർത്താവാണ്, എങ്കിലും ഞാൻ ആരാണ്? നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. ഇന്നമാ അന ബശർ വഇന്നതുകും തഖ്തസിമൂന ഇലയ്യ. നിങ്ങൾ എന്നിലേക്ക് കേസുകൾ പരസ്പരം തർക്കിച്ചുകൊണ്ട് കൊണ്ടുവരുന്നു. ഫലഅല്ല ബഅദുകും യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅദ്. ചിലപ്പോൾ നിങ്ങളിൽ ഒരു കക്ഷി മറ്റേ കക്ഷിയേക്കാൾ ഏറ്റവും വാചാലമായി സമർത്ഥമായി തൻ്റെ വാദം സമർപ്പിക്കാൻ കഴിവുള്ളവനായേക്കാം. അതുകൊണ്ട് നബി എന്ത് ഘട്ടാ വിധിക്കുക? ഈ പറയുന്ന ഘട്ടല്ലേ വിധിക്കുക. ഗൈബ് അറിയോ നബിക്ക്? ഒരു മറച്ചു വെക്കണ അറിയോ? ഇല്ല. അതുകൊണ്ടാണ് ഇന്നമാന ബഷർ, ഞാനൊരു മനുഷ്യനാണ് ഈ വിധിയൊക്കെ നടത്തുമ്പോൾ എന്ന് പറഞ്ഞത്. ഫമൻ ഖളൈതു ലഹു ബിഹഖി മുസ്ലിമിൻ, എൻ്റെ വിധിയിൽ ആർക്കെങ്കിലും ഒരു മുസ്ലിമിൻ്റെ അവകാശം അവന് കിട്ടാനുള്ളത് ഞാൻ മറ്റേ കക്ഷിക്ക് വിധിച്ചു കൊടുക്കുകയാണെങ്കിൽ ഫഇന്നമാ ഹിയ ഖിത്അത്തും മിനന്നാർ, അവനെ കൊണ്ടുപോകണം എന്താണ്? നരകത്തിൻ്റെ ഒരു കഷ്ണ കൊണ്ടുപോകണമെന്നുള്ള ഓർമ്മ വേണമെന്നാണ് ജീവനം. നരകം വേണമെങ്കിൽ അത് എടുക്കുക, അത് വേണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. നബി എന്ത് പറഞ്ഞു? അപ്പം നിങ്ങൾ പറയുന്നത് കേട്ടായിരിക്കും ഞാൻ വിധിക്കുക. അതുകൊണ്ട് ആദ്യമായി നബി ഞാനൊരു മനുഷ്യനാണെന്ന നിലക്ക് നിങ്ങളിൽ വാചാലമായി ഒരാൾ ഇത് സമർത്ഥിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അതാണ് ശരിയെന്ന് കരുതി എന്ത് ചെയ്യും? വിധിച്ചു കൊടുക്കും. പക്ഷെ നിങ്ങളൊരാൾ എന്ത് കരുതണം? നിങ്ങളുടെ സ്വർഗവും നരകവും തീരുമാനിക്കണം എന്നാണ് പറഞ്ഞത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൂടിയാണ് ഇപ്പോൾ ദുനിയാവിൻ്റെ ഈ കാര്യങ്ങളിലൊക്കെ ഉള്ള വിധി. ദീനിൻ്റെ കാര്യങ്ങൾ നബി എന്താണോ വിധിച്ചത് അത് തന്നെയാണ് വിധി. അതാണ് വയുസല്ലിമു തസ്ലീമ. ആയത്ത് ഒന്ന് ഓതി നോക്കി, അത് നമുക്ക് അവസാനിപ്പിക്കാം. ബാബാ فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളെ പരിപൂർണമായി ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹുവേ ഞങ്ങൾക്ക് ഇനി തൗഫീഖും അതിനുള്ള എല്ലാവിധ അനുഗ്രഹവും നൽകണമേ. ഞങ്ങളിൽ നിന്ന് പറ്റിപ്പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകൾ രഹസ്യമായും പരസ്യമായും വന്നുപോയിട്ടുണ്ട്. റഹ്മാനെ, നിൻ്റെ കാരുണ്യം കൊണ്ട് ഫضل കൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നിൻ്റെ അതിരും എതിരുമില്ലാത്ത റഹമത്ത് ചൊരിഞ്ഞു കൊടുക്കണമേ തമ്പുരാൻ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങളുടെ കണ്ണുകളെ നീ കുളിർപ്പിക്കണമേ നാഥ. ഞങ്ങളുടെ മക്കളുടെ പഠനവും പരീക്ഷയും നീ എളുപ്പമാക്കി കൊടുക്കണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.